CM ഈ സർവകക്ഷി യോഗം പോലുള്ള എന്തെങ്കിലും അടുത്ത ഇതിനെതിരെയുള്ളൊരു ചെറുത്തുനിൽപ്പ് വേണമല്ലോ എന്തായാലും രാഷ്ട്രീയമായ ഒരു വിവേചനം. അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആലോചിക്കാം. മറ്റൊരു കാര്യം, ഈ ഹൈക്കോടതിയിലെ അല്ല, നമുക്ക് എല്ലാ വഴികളും നമ്മൾ സ്വീകരിക്കണമല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട മാർഗം ഒരു സർക്കാർ എന്ന നിലക്ക് കേന്ദ്ര സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ മനോഭാവം ഇത് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് വെച്ച് ഇനി നിങ്ങളോട് ഇനിയും ഉണ്ടില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാരിന് എടുക്കാൻ കഴിയില്ലല്ലോ. സംസ്ഥാന സർക്കാർ തുറന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുകയും ചെയ്യും. കോടതിയിൽ കൈകാര്യം ചെയ്ത വീഴ്ചയല്ല. കോടതിയിൽ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കറ്റിന് അപ്പോൾ കയ്യിലുള്ള വിവരങ്ങളാണല്ലോ പറയാൻ കഴിയുക. വിവിധ വകുപ്പുകളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും ശേഖരിച്ച് കൊടുക്കേണ്ട മറുപടി ഒറ്റ ക്ലിക്കിൽ കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിനാണ് കാലതാമസം വന്നത്. അതുകൊണ്ടാണ് സമയം ചോദിച്ചത്. തരില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഇന്നെൻ്റെ കയ്യിലില്ല, ഇത്ര ദിവസം വേണം, കുറച്ച് ദിവസം വേണം, അതിനൊരു സമയം സാവകാശം വേണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അത് കൊടുക്കാൻ സർക്കാർ എപ്പോഴും ബാധ്യസ്ഥയല്ലേ. ഹൈക്കോടതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വന്നാൽ അത് കൊടുക്കാൻ എപ്പോഴും സർക്കാർ ബാധ്യസ്ഥമാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും. പകരുന്നല്ലേ കോടതിയുടെ ഈ നടപടികൾ, ഈ ഇത്തരം പ്രതികരണങ്ങൾ വരുമ്പോഴേ അതും ഒരു പൊതുബോധമായി മാറുകയാണല്ലോ. അങ്ങനെ കാണണ്ട. അത് നമ്മുടെ രണ്ട് തരത്തിലും ആകാം. ഇപ്പോൾ ഒന്ന്, വിവരങ്ങൾ അപ്പം തന്നെ കിട്ടണമെന്ന് കോടതി ആഗ്രഹിക്കുന്നു. വിവരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കോടതിയുടെ ഭാഗമായിട്ടുള്ള ബഹുമാനായ ജസ്റ്റിസിന് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിൻ്റെ മേലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഉടനെ നിങ്ങളത് നമ്മുടെ മാധ്യമങ്ങൾക്കൊരു നല്ല വാർത്ത കിട്ടിയെന്നുള്ള മട്ടിൽ അതൊരു വലിയ വലിയ വാർത്തയാക്കി മാറ്റുന്നു. യഥാർത്ഥത്തിൽ അവരത് ഉദ്ദേശിച്ചേ ഉണ്ടാവില്ല. അവർ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു കമൻറ്റ് മാത്രമായിരിക്കും. ആ നിലക്കായിരിക്കും അത് വന്നിട്ടുണ്ടാകുക. ആ നിലക്ക് അതിനെടുത്താൽ മതി.